ഈശോ പറയുകയാണ്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്ത ആർക്കും ഇത് മനസ്സിലാവത്തില്ല. വിശുദ്ധ കുർബാന നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പിതാവ് ആകർഷിക്കണം. അതുകൊണ്ട് അതൊരു ഗ്രേസിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ വിശുദ്ധ കുർബാനയോട് ഭക്തിയോ സ്നേഹമോ ഇല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. അവർക്ക് എന്തില്ല? കൃപയില്ല. അപ്പോൾ അവർക്ക് കൃപയുണ്ടാവാൻ പ്രാർത്ഥിക്കുക. ഈശോ അവർക്ക് വിശുദ്ധ കുർബാനയോട് വലിയ ഭക്തിയും സ്നേഹവും കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച് അവർക്ക് കൃപ വാങ്ങിക്കൊടുത്താലേ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കുർബാന മനസ്സിലാകണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വർക്ക് ചെയ്യണം. അതാണ് ഈശോ പറയുന്നത്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ കുർബാനയ്ക്ക് പോകണില്ല, അവരോട് വെറുതെ കുറ്റം പറഞ്ഞിട്ടും വഴക്ക് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങോട്ട് മുട്ടേ നിന്നിട്ട് പ്രാർത്ഥിക്ക്, ഈശോയെ വിശുദ്ധ കുർബാനയുടെ വില അറിയാൻ എൻ്റെ കുഞ്ഞിനെ സഹായിക്കുക. പ്രാർത്ഥിച്ചു നോക്ക്. അപ്പോൾ അതിനകത്ത് ഭയങ്കരമായ വ്യത്യാസം വരും. കാരണം കുർബാനയിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ മനസ്സിലായാൽ ഒരാൾ ഒരിക്കലും കുർബാനയെ ഉപേക്ഷിക്കില്ല. അത്രയ്ക്ക് വിലപ്പെട്ടതാണ് കുർബാന എന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നാമത് പേരൻസ് ഈ കാര്യത്തിൽ നല്ല താല്പര്യം കാണിക്കണം.